വായനയുടെ പുതുവസന്തത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് ഈ പ്രാവശ്യത്തെ കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ഹരിത സാവിത്രിയുടെ സിൻ എന്ന കൃതിയെ കുറിച്ചാണ്. നാം ജീവിക്കുന്ന കാലത്തെ ഒരു വലിയ കലാപഭൂമിയിലാണ് ഈ കൃതി സംഭവിക്കുന്നത്. തുർക്കി കേന്ദ്രീകരിച്ചാണ് സിൻ രചിക്കപ്പെട്ടതെങ്കിലും ഏത് തരത്തിലുള്ള യുദ്ധത്തിനെതിരെയും ഇത്ര ശക്തമായ ഭാഷയിൽ പ്രതികരിച്ച ഒരു കൃതി മലയാളത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും. തുർക്കിയിലെ ജനസംഖ്യയുടെ ഏതാണ്ട് 1/5 വരുന്ന കുർദുകളെ ഭൂരിപക്ഷം വേട്ടയാടാൻ തുടങ്ങിയിട്ട് നൂറ്റാണ്ട് തികയുന്നു. കുർദുകളുടെ അസ്തിത്വം തന്നെ നഷ്ടപ്പെട്ട് കുർദിസ്ഥാൻ എന്ന പദം പോലും ഉച്ചരിക്കാൻ പാടില്ലായിരുന്നു. 1980 മുതൽ സ്വതന്ത്ര കുർദിസ്ഥാന് വേണ്ടിയുള്ള പ്രക്ഷോഭം മുറുകാൻ തുടങ്ങിയപ്പോൾ തുർക്കുകളും തുർക്കിയിലെ ഭരണകൂടവും ഏറ്റുമുട്ടാൻ തുടങ്ങി. തുർക്കി ഭരണകൂടത്തിന്റെ തിരിച്ചടി വളരെ രൂക്ഷമായിരുന്നു. അശാന്തിയുടെയും മരണങ്ങളുടെയും ആ കാലത്തിലേക്കാണ് സിൻ നമ്മെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. വളരെ ശക്തമായ ഒരു കഥാപശ്ചാത്തലം, വളരെ ലളിതമായി ഏതു കൊച്ചുകുട്ടിക്ക് പോലും വായിച്ചാൽ മനസ്സിലാകും എന്ന തരത്തിലുള്ളതാണ് ഈ കൃതിയുടെ രചന. അത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ദേവ്റാൻ എന്ന കുർദ് സ്വതന്ത്ര പോരാളിയെ തിരഞ്ഞ് അദ്ദേഹത്തിന്റെ കാമുകിയും അയാളുടെ കുഞ്ഞിനെ ഗർഭത്തിൽ ധരിക്കുന്നവളുമായ സീത എന്ന മലയാളി പെൺകുട്ടിയുടെ യാത്രയുടെ കഥയും കൂടിയാണ് സിൻ. ആ യാത്രയിലുടനീളം അവൾക്ക് നേരിടേണ്ടി വരുന്ന കൊടിയ ശാരീരിക പീഡനങ്ങളുടെ കഥ കൂടിയാകുന്നു സിൻ. എങ്കിലും കഥയിലുടനീളം നമ്മൾ കുർദുകൾക്കൊപ്പം തന്നെയാണ് സഞ്ചരിക്കുന്നത്. പോരിടങ്ങളിലെ കാപ്പിക്കടകളിൽ നിന്ന് കാപ്പിയുടെ മണമുയരുമ്പോൾ അനേകായിരം ശവശരീരങ്ങൾ വഹിച്ച യൂഫ്രട്ടീസ് നദി പ്രഭാതത്തിൽ നീലനിറത്തിൽ കാണുമ്പോൾ എപ്പോഴൊക്കെ അഭയം തേടി കുർദ് പോരാളികൾ ഏതെല്ലാം വാതിലുകളിൽ മുട്ടിയോ അപ്പോഴെല്ലാം ആ വാതിലുകൾ തുറക്കപ്പെടുന്നത് ധീരമായ വനിതകൾ മാത്രമാണെന്ന് പറയുമ്പോൾ ഏത് പോരാട്ടങ്ങൾക്കിടയിലും ജീവിതം ജീവിക്കാതെ പോകുന്നില്ലെന്ന് ഈ കൃതി നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. തീർച്ചയായും നിങ്ങൾ എല്ലാവരും ഈ കൃതി വായിക്കണം. അടുത്ത് മറ്റൊരു പുസ്തകത്തിന്റെ വിശേഷവുമായി ഞാൻ വീണ്ടും വരും.